ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കുകളിലെ ക്രമക്കേട് ഇടതുമുന്നണിക്ക് രാഷ്ട്രീയമായി തിരിച്ചടിയാകുന്നു. ഹൈക്കോടതിയുടെ അന്വേഷണവും ദേവസ്വം മന്ത്രിയുടെ രാജിയുമാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. മന്ത്രി വി.എൻ. വാസവൻ ഇന്നും ഇതേക്കുറിച്ച് പ്രതികരിച്ചില്ല. അതേസമയം ഊരാളുങ്കലിൻ്റെ ഇവന്റ് മാനേജ്മെൻറ്റ് സ്ഥാപനത്തോടടക്കം തുക കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നീക്കം. രാഷ്ട്രീയ നേട്ടം കൂടി ഉന്നമിട്ടായിരുന്നു പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ചത്. എന്നാൽ അതിപ്പോൾ രാഷ്ട്രീയമായി തിരിഞ്ഞുകൊത്തുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കടുത്ത പ്രതിരോധത്തിലായതിനിടെയാണ് അയ്യപ്പ സംഗമത്തിലെ വരവ് ചെലവ് കണക്കുകളിൽ ക്രമക്കേടെന്ന് ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറുടെ കണ്ടെത്തൽ ഇടതുമുന്നണിയെ കുഴപ്പത്തിലാക്കുന്നത്. സ്പോൺസർഷിപ്പ് തുക തിരിച്ചടച്ചെന്നാണ് ദേവസ്വം മന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. എന്നാൽ ബോർഡ് അക്കൗണ്ടിൽ നിന്ന് ചെലവഴിച്ചതിൽ 2 കോടി തിരിച്ചടച്ചില്ലെന്നാണ് സ്വകാര്യ ഓഡിറ്ററുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. മന്ത്രിക്കെതിരെ അവകാശലംഘന നോട്ടീസ് നൽകാനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേടും UDF ആയുധമാക്കുമ്പോൾ മന്ത്രി പ്രതികരിക്കുന്നില്ല. കണക്ക് ദേവസ്വം ബോർഡ് ശരിയാക്കുമെന്നാണ് CPM പ്രതികരണം. ഊരാളുങ്കലിന് മാത്രം നൽകാനുള്ളത് 4 കോടിയിലധികം രൂപയാണ്. ഇത് കുറയ്ക്കണമെന്ന് ദേവസ്വം ബോർഡ് ആവശ്യപ്പെടും. സ്പോൺസർമാർ വാഗ്ദാനം ചെയ്ത പണം വാങ്ങിയെടുക്കാനും ശ്രമിക്കും. ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകാനുള്ള സമയപരിധിക്കുള്ളിൽ ഇടപാടുകൾ തീർക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. ചൊവ്വാഴ്ചത്തെ ബോർഡ് യോഗത്തിൽ തീരുമാനമെടുക്കും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയിലാണെങ്കിൽ മോഡുലാർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.